ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിവ്. ഓക്കെ, അതായത് അറ്റോമിക് ഡിസൈൻ മെത്തഡോളജി എന്ന് പറഞ്ഞൊരു മെത്തഡോളജി നമ്മുടെ ഡിസൈനിങ്ങിൽ, അതായത് യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിൽ ഒരുപാട് കേട്ടുവരുന്നൊരു വാക്കാണ്. ഇന്ന് പല ഇൻ്റർവ്യൂസിനൊക്കെ തന്നെ ഈ ഒരു വാക്ക് ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പം മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഡിസൈനിങ്ങിൽ ഡിസൈൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഒരു കമ്പനിയുടെ ഡിസൈൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത് UI/UX ഡിസൈനേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഡിസൈൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അറ്റോമിക് ഡിസൈൻ മെത്തഡോളജി ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഓരോ ആറ്റം ക്രിയേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. എനിവേ, ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു ആറ്റം, അതുപോലെ തന്നെ അറ്റോമിക് ഡിസൈൻ മെത്തഡോളജി എന്നൊക്കെയുള്ള വാക്ക് ഒരുപാട് പൊങ്ങി വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രധാന റീസൺ നമ്മുടെ ഈ ഒരു ഡിസൈൻ സിസ്റ്റം മേക്കിംഗ് ഒക്കെ വളരെയേറെ പോപ്പുലറായിട്ട് വന്നിരിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മെത്തഡോളജിയും എന്താണിത് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡിസൈനേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഡിസൈനേഴ്സ് ഒരുപാട് പേര് വലുതായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഡിസൈനേഴ്സ് എന്ന നിലയിൽ കുറച്ച് അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നല്ല രീതിയിൽ മനസ്സിലാക്കി കാണാൻ ശ്രമിക്കുക. അപ്പോൾ എനിവേ, അറ്റോമിക്, നമ്മൾ ആറ്റം എന്നൊരു വാക്ക് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. കെമിസ്ട്രിയിൽ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് ആറ്റം. അതായത് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റിനെ നമ്മളെടുത്ത് കട്ട് ചെയ്ത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും ചെറിയ കണിക, അപ്പോൾ ആ ഏറ്റവും ചെറിയ കണിക ആയിരിക്കുകയും വേണം ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അതേ സ്വഭാവവുമുള്ള ഏറ്റവും ചെറിയ കണികയായിരിക്കണം. അതായത് ആ ഒരു കണികയെ വീണ്ടും മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവമല്ലാത്ത മറ്റൊരു കണികയായി മാറും. മറിച്ച് ഒരു സ്വഭാവത്തോടു കൂടിയ, ഒരു ഒബ്ജക്റ്റിൻ്റെ അതേ സ്വഭാവത്തോടു കൂടിയ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ തലത്തിലും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. അതായത് അറ്റോമിക് ഡിസൈൻ മെത്തഡോളജിയിൽ നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആറ്റം പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കുറച്ച് ആറ്റംസൊക്കെ ചേരുമ്പോഴാണ് മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. മോളിക്യൂൾസ് ചേർന്നാണ് ഓർഗാനിസം ഉണ്ടാകുന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു 5 പോയിന്റുകൾ, ഇതാണ് നമ്മുടെ ഒരു ഡിസൈനിനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഡിസൈൻ ആവശ്യമായിട്ടുള്ള കണികകളുടെ ഒരു ഒത്തുചേരൽ. അതായത് കുറച്ച് ആറ്റംസ് ചേരുമ്പോൾ മോളിക്യൂൾസ് ചേരുമ്പോൾ ഓർഗാനിസംസ് വഴി ടെംപ്ലേറ്റ്സ് വഴി പേജസ്. ഈ ഒരു മെത്തേഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഡിസൈൻ സിസ്റ്റം ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. വലിയ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാർക്കും അറിയാം, ഡിസൈൻ സിസ്റ്റത്തിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഒരു വാക്ക് ഒരുപാട് നമ്മളിപ്പോൾ ഇന്ന് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ആറ്റങ്ങളും ചേർന്ന് മോളിക്യൂൾസ് ചേർന്ന് ഓർഗാനിസവും, ഈ ഒരു വാക്കും ഈ ഒരു പ്രവണതയും ഈ ഒരു ടെൻഡൻസിയും ഒക്കെ നമ്മുടെ ഡിസൈനിൽ ഈ പറയുന്ന ഓരോ വേർഡ്സുകളും നിങ്ങൾ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം, നല്ലതുപോലെ പഠിച്ചിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ ഡിസൈനിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആറ്റംസ് ചേർന്നാണ് ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നത്. ആ മോളിക്യൂൾസിൽ നിന്നാണ് ഓർഗാനിസം ഉണ്ടാകുന്നത്. ആ ഓർഗാനിസംസ് ചേർന്നാണ് ടെംപ്ലേറ്റ്സ് ഉണ്ടാകുന്നത്. ആ ടെംപ്ലേറ്റ്സുകൾ ചേർന്നാണ് പേജ്, നമ്മുടെ ഒരു റിയൽ വെബ്സൈറ്റ് ആയാലും ആപ്ലിക്കേഷൻ ആയാലും ഒക്കെ അടങ്ങുന്ന ഒരു റിയൽ പേജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു യാത്ര ജസ്റ്റ് ഒന്നും കൂടെ ഓർത്തുകൊള്ളുക. ആറ്റംസ്, മോളിക്യൂൾസ്, ഓർഗാനിസം, ടെംപ്ലേറ്റ്സ്, പേജസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ എലമെൻറ്റുകളും ചേർന്ന് നമ്മുടെ ഫൈനൽ ഡിസൈൻ പേജിലേക്ക് എത്തിപ്പറ്റുന്നു. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ആറ്റമാണ് ഇതെന്ന് സങ്കല്പിക്കാം. ഈ ഒരു ആറ്റത്തിനെ നമ്മളൊരു 2ആയിട്ടൊന്ന് ക്രോസ് ചെയ്യുകയാണ് സങ്കല്പിക്കുക. 2ആയിട്ട് ഒന്ന് മുറിക്കുകയാണെങ്കിൽ ഇത് മറ്റൊരവസ്ഥയിലേക്ക് പോകും. ഏറ്റവും ചെറിയ കണികയായ ആറ്റത്തിനെ വീണ്ടും വിഭജിക്കുന്നൊരവസ്ഥ. യഥാർത്ഥത്തിൽ ഡിസൈനിങ്ങിൽ അങ്ങനെയും ഒരു അവസ്ഥയുണ്ട്. അതും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മളൊരു ആറ്റത്തിനെ എടുത്ത്, ഞാനിപ്പോൾ ഇൻ കേസ് അത് 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരവസ്ഥയുണ്ട്. അതായത് സബ് ആറ്റം അഥവാ അയോൺസ് എന്ന് പറയുന്നൊരവസ്ഥ. ആറ്റംസിനെ വീണ്ടും 2ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ. ഓക്കെ, അതിനെ സബ് ആറ്റം എന്നോ അല്ലെങ്കിൽ അയോൺസ് എന്നോ പറയും. അപ്പോൾ ഇനി ഇത് ഓരോന്നും എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് റിയൽ ആയിട്ടൊരു ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ഇമേജ് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ സബ് ആറ്റംസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഡിസൈനിങ്ങിലെ ഏറ്റവും ചെറിയ വസ്തുക്കൾ, ഏറ്റവും പ്രധാനമായ, ഏറ്റവും പരമപ്രധാനമായ ഏറ്റവും ചെറിയ വസ്തുക്കൾ. അതായത് നമ്മുടെ കളർ, അതുപോലെ തന്നെ ടൈപ്പോഗ്രാഫി, അതുപോലെ തന്നെ സ്പേസിങ്, അതുപോലെ തന്നെ ഷാഡോസ്, ഇതുപോലുള്ള ഇൻഡിവിജ്വൽ എലമെൻറ്റുകൾ, ഏറ്റവും ചെറിയ എലമെൻറ്റുകളെയാണ് സബ് ആറ്റം എന്ന് പറയുന്നത്.
ഇനി അത് ചേർന്നാണ് ഒരു ആറ്റം ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതൊരു ഇൻപുട്ട് ലേബലാണ്. ഇൻപുട്ട് ലെവലിൽ നമ്മളിവിടെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഈ ഷേപ്പ് നമ്മുടെ ഒരു സബ് ആറ്റമാണ്. ഇതിലൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു, അതൊരു ടൈപ്പോഗ്രാഫിയാണ്. ഇനി ഒരു ബട്ടൺ ഉണ്ടാക്കുന്നു, അതൊരു ഷേപ്പാണ്, അതൊരു കളറാണ്, അതിൽ ഒരു ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ സബ്മിറ്റ് എന്നുള്ള ടെക്സ്റ്റും ഈ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ഈ ഒരു കളർ ഷേപ്പും കൂടെ ചേരുമ്പോഴാണ് ബട്ടൺ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത സബ് ആറ്റംസ് ആണ് ഈ സാധനങ്ങൾ. മറിച്ച് അത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇതിന് മറ്റൊരു പേര് വന്നു, അതാണ് സബ്മിറ്റ് ബട്ടൺ എന്ന് പറയുന്ന പുതിയൊരു സാധനം. അതേപോലെ ടോപ്പിൽ ഈ ഷേപ്പും അതിലൊരു ടെക്സ്റ്റും ഇട്ടപ്പോഴത്തേക്ക് നമ്മൾ അതിനൊരു പേര് പറഞ്ഞു ഇൻപുട്ട് ലേബൽ. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് ആയിരുന്നാലും സബ്മിറ്റ് ബട്ടൺ ആയാലും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ആറ്റംസുകൾ ഉണ്ടാക്കാൻ നമ്മൾ ഈ സബ് ആറ്റംസ് ഉപയോഗിക്കുന്നു. ഈ ചെറിയ ചെറിയ ആറ്റംസുകളെ ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് ഈ ആറ്റംസുകൾ കിട്ടുന്നു. ഈ ആറ്റംസുകളെ നമ്മൾ ഓരോന്നും അങ്ങോട്ട് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നു. ആ ഒരു സ്ഥലത്തിൽ നമ്മൾ ഇമെയിൽ എന്നൊക്കെ അങ്ങോട്ട് എഴുതി അതേ സ്ഥലത്ത് ഈ ഒരു ഫോം കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഒരു മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, മോളിക്യൂൾസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ടെക്സ്റ്റ് ഫീൽഡ്, പക്ക നമ്മളൊരു വെബ്സൈറ്റിലോ മൊബൈൽ ആപ്ലിക്കേഷനിലോ ഒക്കെ വയ്ക്കുന്ന ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഏരിയ നമ്മൾ അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഓർക്കുക, അത് ഒന്നോ ഒന്നിൽ കൂടുതലോ ആറ്റംസുകൾ ചേർന്നതാണ്. അതായത് ഞാൻ ഈ ആറ്റം എടുത്തിരിക്കുന്നു, ഇനി ഇതിനകത്തൊരു ബട്ടൺ വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ആറ്റം എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് സബ് ആറ്റം വെച്ചിട്ട് കളറും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചുണ്ടാക്കിയതാണ് ആറ്റംസ്. ആറ്റംസുകളെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്ന് ചേർത്ത് വെക്കുമ്പോൾ നമുക്കൊരു മോളിക്യൂൾസ് എന്ന് പറയുന്ന ഒരു റിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റ് കിട്ടി. ഇൻപുട്ട് ആയിട്ടുള്ള ഒരു ഫീൽഡ് കിട്ടി. ഓക്കെ, ഇനി ഈ ഇൻപുട്ട് ഫീൽഡുകളെ നമ്മളൊരു ഫോമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കൃത്യമായിട്ട് പറക്കി അടുക്കുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു കോണ്ടാക്ട് ഫോം അല്ലെങ്കിൽ ഒരു ലോഗിൻ ഫോം തുടങ്ങിയ ഫോമുകളായിട്ടുള്ള ഒരു ഓർഗാനിസം ഉണ്ടാകുന്നു. അപ്പോൾ ഓർക്കുക, മോളിക്യൂൾസ് ഉണ്ടായി, മോളിക്യൂൾസുകൾ ചേർന്നപ്പോൾ അവിടെ ഒരു ഓർഗാനിസം ഉണ്ടായി. ആ ഓർഗാനിസത്തിലാണ് മോളിക്യൂൾസുകൾ, പലതരത്തിലുള്ള മോളിക്യൂൾസുകൾ, അതായത് ഇങ്ങനെ ഒരു ഇമെയിൽ ഫീൽഡ്, ഒരു പാസ്വേഡ് ഫീൽഡ്, ഒരു ലോഗിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ, ഇതെല്ലാം കൂടെ ഒരു പ്രത്യേക ലെവലിൽ നമ്മൾ ഒരിടത്ത് പറക്കി അടുക്കി വെച്ചപ്പോൾ നമുക്കൊരു ഓർഗാനിസം അവിടെ ക്രിയേറ്റ് ആയി. ഇനി ഇവയെ നമ്മൾ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ഡിസൈനിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഉപയോഗിക്കുമ്പോൾ ഒബ്വിയസ്ലി അതിന് ടെംപ്ലേറ്റ് ആയി മാറിക്കഴിഞ്ഞു. നമ്മളൊരു വെബ്സൈറ്റിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഒക്കെ ടെംപ്ലേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള പോർഷൻസുകളെ എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറക്കി അടുക്കാറുണ്ട്. ഈ പറക്കി അടുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഈ മൊത്തത്തിലുള്ള ഇതിനെ നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നു. ഈ ടെംപ്ലേറ്റ്സുകൾ ചേർന്നതാണ് ഒരു റിയൽ ആയിട്ടുള്ളൊരു വെബ് പേജ് അഥവാ ഒരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് പോകുന്ന ഒരു റിയൽ പേജ് എന്ന് പറയുന്നത്. അപ്പോൾ വെബ്സൈറ്റ് ആയിക്കോട്ടെ, മൊബൈൽ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾ ഈ ഒരു ഡിസൈനിനെ, ഏത് ഡിസൈനിനെ കണ്ടാലും ഈ ഡിസൈൻ ഉണ്ടായി വന്ന ഈ ഒരു മെത്തേഡ്, ഈ ഒരു ആറ്റോമിക് ഡിസൈൻ മെത്തേഡ് തീർച്ചയായിട്ടും എല്ലാ ഡിസൈനേഴ്സും ഒന്ന് നല്ല രീതിയിൽ ഇറങ്ങിച്ചെന്ന് ഒന്ന് മനസ്സിലാക്കണം. ഈ ഒരു വീഡിയോ ഫുള്ള് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ഓരോ ഡിസൈനിനെയും അതിൻ്റെ ഒരു അറ്റോമിക് സ്ട്രക്ചറിലേക്ക് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് കഴിയുന്നതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ടെംപ്ലേറ്റ് കണ്ടാൽ അറിയാം, അതിൽ ഇന്നത് ചേരുന്നതാണ് ഈ ഒരു ടെംപ്ലേറ്റ് ഉണ്ടായത്. അതിൽ വെച്ചിരിക്കുന്ന ഓരോ എലമെന്റിനെ ഏത് പറയുന്നു, അതൊരു ഓർഗാനിസമാണ്. ആ ഓർഗാനിസം എങ്ങനെ ഉണ്ടായി? ഒരു മോളിക്യൂളിനെ, പല മോളിക്യൂളിനെ അവിടെ ചേർത്ത് വെച്ചപ്പോൾ അവിടെ ഒരു ഓർഗാനിസം ഉണ്ടായി. ആ ഒരു മോളിക്യൂൾ എങ്ങനെ ഉണ്ടായി? സ്വാഭാവികമായിട്ടും കുറച്ച് ആറ്റംസുകൾ ചേർന്ന് വെച്ചപ്പോൾ ഉണ്ടായി. ആ ആറ്റം എങ്ങനെ ഉണ്ടായി? കുറേ സബ് ആറ്റംസ്, അതായത് കുറേ കളറുകളും ഷേപ്പുകളും അതുപോലെ തന്നെ സ്പേസിങ്ങും ഫോണ്ടും ഒക്കെ ചേർന്നപ്പോഴാണ് ഒരു ആറ്റം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ ഡിസൈനേഴ്സും, പ്രത്യേകിച്ച് UI ഡിസൈനേഴ്സ്, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ ഒരു വാക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആവശ്യം വരും. കാരണം ഇന്ന് പല കമ്പനികളിലും ഡിസൈൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് തന്നെ പർട്ടിക്കുലർലി ഡിസൈനേഴ്സിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസൈൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെയും ചെറിയ ചെറിയ സബ് ആറ്റം മുതൽ തുടങ്ങും. അതായത് കളർ ഏത് വേണം, ടൈപ്പോഗ്രാഫി ഏത് വേണം, സ്പേസ് എങ്ങനെ ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ തുടങ്ങുന്നത്. അതുപോലെ എല്ലാ ഡിസൈൻ എലമെൻസുകളും എല്ലാ കാര്യങ്ങളും നമ്മളൊരു പ്രത്യേക അനുബന്ധത്തിൽ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ഡിസൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഡിസൈൻ സിസ്റ്റം എന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതാണ് അതിൻ്റെ ഒരു ബേസ്. പക്ഷേ റിയലായിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് വലിയ പ്രോസസ്സാണ്. അത് നമുക്ക് തുടർന്നുള്ള ഫ്യൂച്ചറിൽ നമുക്കൊരു ഡിസൈൻ സിസ്റ്റം പ്രോപ്പറായിട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അപ്പോൾ എനിവേ, ഒരു ഡിസൈൻ ഉണ്ടാകുന്നത് വെറുതെ അല്ല, അതിനെ ഘട്ടമായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഓരോ എലമെൻറ്റുകളുടെയും സഹായത്തോടെയാണ്.
അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഡിസൈൻ ടെംപ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇനി നോക്കാം. ഇതിൻ്റെ ഓവറാൾ നമ്മൾ ഈ ഒരു ഡിസൈൻ, ഈ ഒരു പേജ് എന്ന് നമ്മൾ പറയുന്നു. അതായത് ഒരു ഫുൾ ഡിസൈൻ ആണ് ഈ കാണുന്നത്. ഇത് നമുക്കൊരു ഡിസൈൻ എന്ന് പറയാം. ഇനി ഇതിലെ ഓരോ എലമെൻറ്റ്സുകളും നമുക്ക് വീണ്ടും നമ്മൾ എടുത്തു മാറ്റുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഓരോ അടുത്ത പോർഷൻസുകൾ ഈ ഓരോന്നും ചേർന്നതാണ് ഈ ഒരു പേജ്. ഇതിൻ്റെ ഈ ഒരു ടെംപ്ലേറ്റുകൾ ചേർന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു പേജ് ഉണ്ടായത്. അതാണ് ഞാൻ ഓരോ ടെംപ്ലേറ്റ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചേർന്ന് ഓരോ പോർഷൻസ് എടുത്ത് മാറ്റിയത്. ഓരോ ഇതുണ്ടായി. അതിലെ ഓരോ എലമെൻറ്റ്സുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ പല കാർഡുകൾ ചേർന്നാണ് ഇതുപോലെ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഉണ്ടായ ഓർഗാനിസമാണ് അതെന്ന് പറയുന്നത്. ഇനി അതിലെ ഒരു കാർഡ് ഞാൻ എടുത്തു വെച്ച് വീണ്ടും താഴോട്ട് പോവുകയാണെങ്കിൽ അതിന് നമുക്ക് മോളിക്യൂൾസ് എന്ന് പറയാവുന്ന രീതിയിൽ ഓരോ ഒബ്ജക്റ്റുകൾ, അതിൽ ഈ ഒരു ഫോട്ടോ, അതുപോലെ തന്നെ ടെക്സ്റ്റുകൾ, അതിനെ തന്നെ താഴത്തെ ഓരോ ഏരിയകൾ നമുക്ക് അതിന് ഉപയോഗിച്ചിരിക്കുന്ന ടെക്സ്റ്റ് ഫീൽഡിലായിരുന്നാലും അതിൻ്റെ ചിപ്സ് ആയാലും ഒക്കെ തന്നെ നമ്മൾ പല സ്ഥലത്തായിട്ട് കൊണ്ടുവച്ചു. അപ്പോൾ അതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു മോളിക്യൂളായിട്ട് കൊള്ളാം. ആ മോളിക്യൂളത്തിൽ നമ്മൾ ഓരോ എടുത്ത് വീണ്ടും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടാക്കിയിരിക്കുന്ന ഓരോ ആറ്റംസിനെ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ആറ്റംസിനെ നമ്മൾ വീണ്ടും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിലെ കളറുകളും ഷേപ്പുകളും അടങ്ങിയിരിക്കുന്ന സബ് ആറ്റംസ് ചേർന്നാണ് ആറ്റം ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഓരോ കുഞ്ഞ് പോർഷൻസുകളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഫൈനൽ ഡിസൈൻ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഈ കാണുന്നൊരു ഫൈനൽ ഡിസൈൻ ഉണ്ടായി മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ ഉണ്ടാക്കാൻ മാത്രമല്ല ഉണ്ടായി വന്നത് എങ്ങനെ തുടങ്ങിയ ഈ ഒരു അറ്റോമിക് മെത്തഡോളജി എല്ലാവരും പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പാവും. പല ഇൻ്റർവ്യൂസിനൊക്കെ തന്നെ ഇനി ചോദിക്കാൻ സ്കോപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് അറ്റോമിക് ഡിസൈൻ മെത്തഡോളജി, അല്ലെങ്കിൽ എന്താണ് ആറ്റംസ്, അല്ലെങ്കിൽ എന്താണ് മോളിക്യൂൾസ്, അല്ലെങ്കിൽ എന്താണ് ഡിസൈൻ ടോക്കൺസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായിട്ട് ഇപ്പം UI ഡിസൈൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കുക. നിങ്ങളുടെ ഡിസൈൻസ് എല്ലാം ഒന്നെടുത്ത് ഒന്ന് പൊളിച്ചടുക്കി എന്താണ് അതിനകത്തുള്ള ഓർഗാനിസം, എന്താണ് അതിലെ മോളിക്യൂൾസ്, എന്താണ് അതിലെ ആറ്റം, എന്താണ് കളർ എന്നൊക്കെയുള്ള ആ ഒരു സബ് ആറ്റംസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ഡിസൈനേഴ്സും തീർച്ചയായിട്ടും UX ഡിസൈനേഴ്സ് ഇത് തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ നിങ്ങളുടെ ഡിസൈനിലെ ആ ഒരു നല്ല തിയററ്റിക്കൽ പോർഷൻ, ആ ഡിസൈൻ ഉണ്ടായി വരുന്ന ആ ഒരു നല്ല തിയററ്റിക്കൽ ഒരു നോളജ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഹെൽപ്പ് ആവട്ടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.